എത്രയായാലും അങ്ങനെയല്ല. എത്രയായാലും അവൻ ഇലപിടിയാത്തൊരു നിധിയല്ലേ എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാകത്ത് അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ആരാടാ നീ? ഞാൻ SI വേലുത്തമ്പി. നീയോ തമ്പിയോ? ജനമൈത്രി നഗറിൽ SI വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരൻ മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക്, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റാസ്കൽസ്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. 121. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാപമല്ലേ? ധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി പറ, എന്തിനാ നിങ്ങളെ സേവ്യറെ വേഷം കെട്ടിച്ചത്? വേഷം കെട്ടിച്ചെന്നോ? സേവരെ കള്ളും മൂന്ന് ചെയ്താണ്ട് തമാശ കാണിച്ചതിന്? തമാശ. 150 കിലോ തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണോ തമാശ കാണിക്കുന്നത്? സേവിയറിനെ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാൾക്കില്ല. നീ പറയണത് കേട്ടതൊന്നും ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റേ കൈ കൂടി ഞാൻ ഒടിക്കും. എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്. പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. സോറി ട്ടോ, ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൾസ്? ഒന്ന് എന്റെ അച്ഛന്, വണ്ണമുള്ളയാൾ ചേട്ടന്റെ അച്ഛൻ. ഈ കിളവന്മാരൊക്കെ വെറും വേസ്റ്റാ. പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. കിളവന്മാരുടെ ഒരു നെട്ടം കണ്ടില്ലേ? ഇവരൊക്കെ ആരാ? അയലോക്കക്കാരാ. ഇളക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൺ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയാ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മുയലിന് 3 കൊമ്പ. അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല. അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഗംഗേ, നീ നമ്മുടെ ബ്രോഷറിങ് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കേ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക. ഏത് പാതിരാത്രിക്കും എന്താവശ്യത്തിനും വിളിച്ചാൽ മതി, ഞങ്ങളുണ്ടാവും കൂടെ. ബൈ ദ ബൈ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ, ഓക്കെ? സാറ്റർഡേ 23rd ഡേറ്റ് മറക്കണ്ട. ഓക്കെ ഡാർലിംഗ്, സീ യു. ബൈ. ബൈ മഞ്ജു.
ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ. 1 3 2 4 1 2 3. അയ്യോ തെറ്റി, മാച്ചുകളെ ഇപ്പൊ എത്താൻ തുടങ്ങാം. 2 3 1 4 7 9 8. ഒരു തലയൊട്ടി ഇതിലെ പോണണ്ട. തലയൊട്ടി ഭ്രാന്തനാണല്ലേ? സ്വാമി ആയിരുന്നല്ലേ? നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത്. ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ, ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും. ശരി, വളരെ ഉപകാരം. ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ. 2 4 3 1 4. തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച്. ഞാൻ എവിടെ എണ്ണി നിർത്തിയത്? 7 2 3 7 4 3 2. ആരടാ തെറ്റിച്ച്? ഓടാ പുല്ലേ. ഓ, ഗൂർഖാസാണല്ലേ? അല്ല, ഞങ്ങള് പോലീസാ. പോലീസാ? കണ്ടാ പറയില്ല. 2 കൊണ്ടാ പറയും. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി. അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ 2 പേരുടെ പണിയും പോകും. 2 കുടുംബം പട്ടിണിയാവും. അടയാളം വല്ലതും? അടയാളം പറഞ്ഞുതരാം. ഒരു 6 അടി പൊക്കം, നല്ല ഒത്ത ശരീരം. തലമുടി കറുത്തതാണ്. നാളെ ഞാൻ കാണിച്ചത്. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത്. സത്യമായി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാറിക്കോ. ഇനി നമുക്ക് അടി വെച്ച് മുന്നോട്ട് പോകാം. നമ്മളെന്തിനാ അടി വെക്കുക? നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ അടിയല്ലടാ, കാലടി. ഈ അടി 12 അടി വരെ കൂടെ വരണം. ഞങ്ങളും വരാം. 2 3 5 5. പിന്നെ എണ്ണ തെറ്റി. 5 5 6 4 2 3 7 10 12 1. ആളിവിടെ ഉണ്ട്, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ പടിയും കൊണ്ട വില കൊണ്ട തട്ടില്. പണ്ട് കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത്. രക്ഷപ്പെട്ടു. ആയിക്കോട്ടെ, ഡിസ്റ്റർബ് ചെയ്യരുത്. മോനെ മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റ് ആണാ? ആണാ? ബടി 2 4 3 1 6. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി തയ്ക്കോ? അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും. അത് ശരി.